നമുക്കെല്ലാവർക്കും ബ്ലഡി മേരി സ്റ്റോറി അറിയാം. ബ്ലഡി മേരി സ്റ്റോറി അറിയാം എന്ന് പറയുന്നേക്കാൾ നല്ലത് ബ്ലഡി മേരി ഗെയിം അറിയാമെന്നായിരിക്കും. കുറച്ച് ധൈര്യമുള്ള കൂട്ടുകാരെ കൂട്ടിയോ ധൈര്യം കുറച്ച് കൂടുതലാണെങ്കിൽ ഒറ്റയ്ക്കൊരു റൂമിൽ കയറി ലൈറ്റ് ഓഫാക്കി ഒരു മെഴുകുതിരിയുടെ വെട്ടത്തിൽ കണ്ണാടിയുടെ മുന്നിൽ പോയി 3 വട്ടം ബ്ലഡി മേരി ബ്ലഡി മേരി ബ്ലഡി മേരി എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാര്യം നമുക്കെല്ലാവർക്കും ബ്ലഡി മേരിയുടെ ഗെയിം അറിയാം. എന്നാൽ ഈ ബ്ലഡി മേരി ആരാണെന്നോ ഈ ബ്ലഡി മേരി ഗെയിം എങ്ങനെ വന്നുവെന്നോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എന്നാൽ നമുക്ക് ഇന്ന് എയിൻസ്ലി ചാനലിലൂടെ ബ്ലഡി മേരിയുടെ സ്റ്റോറി ഒന്ന് കേൾക്കാം. ഇംഗ്ലണ്ടിലെ ആദ്യ റാണിയായിരുന്നു ക്യൂൻ മേരി. ഈ ക്യൂൻ മേരിയെ ഇംഗ്ലണ്ടിൻ്റെ ആളുകൾക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ക്യൂൻ മേരിയെ കാണാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞ് ഇംഗ്ലണ്ടിലെ ജനങ്ങൾ ക്യൂൻ മേരിയെ കളിയാക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ക്യൂൻ മേരി വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചത് സ്പെയിനിലെ രാജാവായ ഫിലിപ്പ് രണ്ടാമനെയായിരുന്നു. എന്നാൽ ഈ ഫിലിപ്പ് രണ്ടാമന് ഭംഗിയില്ലാത്ത ക്യൂൻ മേരിയെ എങ്ങനെ വിവാഹം കഴിച്ചു എന്ന് ചോദിച്ചാൽ ക്യൂൻ മേരിയുടെ സമ്പത്ത് കണ്ടു മാത്രമായിരുന്നു ഫിലിപ്പ് രണ്ടാമൻ ക്യൂൻ മേരിയെ വിവാഹം കഴിച്ചത്. അങ്ങനെയിരിക്കെ ക്യൂൻ മേരി ഗർഭിണിയായ വിവരം ജനങ്ങൾ അറിഞ്ഞു. ഗർഭിണികളെ ശല്യം ചെയ്യാതിരിക്കാൻ ആ കാലത്ത് ഗർഭിണിയായ സ്ത്രീകളെ ഒരു റൂമിൽ താമസിപ്പിക്കുമായിരുന്നു. ക്യൂൻ മേരി താമസിച്ചിരുന്ന റൂമിൽ ഒരു കണ്ണാടിയും മെഴുകുതിരിയും മാത്രമായിരുന്നുള്ളത്. മാസങ്ങൾ കഴിഞ്ഞിട്ടും ക്യൂൻ മേരിക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിഞ്ഞില്ല. കാരണം ക്യൂൻ മേരി ഗർഭിണിയല്ലായിരുന്നു. ക്യൂൻ മേരിക്ക് ഗർഭിണിയാകണം എന്ന അതിയായ മോഹമുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ ബോഡി അവളൊരു ഗർഭിണിയാണെന്ന് കരുതി ഗർഭിണികളെ പോലെ മാറാൻ തുടങ്ങി. അവൾക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾ അവളെ കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ ക്യൂൻ മേരി 300ഓളം ജനങ്ങളെ ചുട്ടുകൊല്ലാൻ ഓർഡർ ഇട്ടു. ഇതോടെ ജനങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ലാതെയായി ക്യൂൻ മേരീനെ. ഇങ്ങനെയാണ് ഇംഗ്ലണ്ടിലെ ആദ്യ റാണിയായ ക്യൂൻ മേരി ബ്ലഡി മേരി എന്നറിയപ്പെട്ടത്. നിങ്ങളുടെ ഏതെങ്കിലും സ്റ്റോറി ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിലേക്ക് അയയ്ക്കുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.